ഏഷ്യയ്ക്ക് പുറത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ആരാധനാലയമാണ് ന്യൂജേഴ്സി റോബിൻസ്വില്ലിലെ BAPS സ്വാമിനാരായൺ അക്ഷർധാം ക്ഷേത്രം. അത്രയും മനോഹരമായ നിർമ്മിതി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടം. ഇപ്പോൾ മഞ്ഞുകാലം കൂടി വന്നതോടെ ക്ഷേത്രത്തിന്റെ ഭംഗി 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. അക്ഷർധാം എന്നാൽ ഈശ്വരന്റെ ദിവ്യവാസസ്ഥലം എന്നർത്ഥം. ശരിക്കും പേരിനെ അന്വർത്ഥമാക്കുന്ന ഇടമാണ് ന്യൂജേഴ്സിയിലെ ഈ ക്ഷേത്രം. 185 ഏക്കറിൽ പരന്നു കിടക്കുന്ന മനോഹരമായ ക്ഷേത്രം ഇന്ത്യയുടെ വാസ്തുവിദ്യാ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉത്തമ ഉദാഹരണം. വലിപ്പത്തിന്റെ കാര്യത്തിൽ കംബോഡിയയിലെ അങ്കോർ വാട്ടിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ഷേത്രം. 2023 ഒക്ടോബറിലാണ് ക്ഷേത്രം ലോകത്തിനായി തുറന്നു കൊടുത്തത്. ഈ അത്ഭുത നിർമ്മിതി കാണാൻ 10,000-കണക്കിന് ആളുകൾ ദിവസേന ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇപ്പോൾ മഞ്ഞുകാലമായതോടെ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം മറ്റൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിന്ദു ആത്മീയ നേതാവായിരുന്നു ഭഗവാൻ സ്വാമിനാരായൺ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രൂപീകൃതമായ സ്വാമിനാരായൺ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് അക്ഷർധാം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 2011 ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വനിതകളടക്കം 15,000-ഓളം വോളണ്ടിയർമാർ നിർമ്മാണത്തിൽ പങ്കാളികളായി. പ്രാചീന ഇന്ത്യൻ ശില്പകലയുടെ മഹിമ വിളിച്ചോതുന്ന ക്ഷേത്ര സമുച്ചയം. ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ, നൃത്തരൂപങ്ങൾ, ദേവീദേവ രൂപങ്ങൾ ഉൾപ്പെടെ ശില്പങ്ങളും കൊത്തുപണികളും. പ്രധാന ശ്രീകോവിലിന് പുറമെ 12 ഉപശ്രീകോവിലുകൾ, 9 ഗോപുരങ്ങൾ, 9 പിരമിഡ് ഗോപുരങ്ങൾ. ന്യൂജേഴ്സിയിലെ ശൈത്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന ബൾഗേറിയൻ ലൈംസ്റ്റോൺ ആണ് ക്ഷേത്രത്തിന്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഉള്ളിൽ ഗ്രീസും ഇറ്റലിയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ശിലകളും. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ US-ന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കൊത്തുപണികളും കാണാം. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, എബ്രഹാം ലിങ്കൺ തുടങ്ങിയ മഹാരഥന്മാരെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഗംഗാനദി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നദികളിൽ നിന്നുള്ള ജലവും ക്ഷേത്രത്തിൽ സംഭരിച്ചിട്ടുണ്ട്. US-ന് ഇന്ത്യയുടെ സമ്മാനം. ന്യൂജേഴ്സിയിലെ സ്വാമിനാരായൺ അക്ഷർധാം ക്ഷേത്രത്തെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ഇവിടെ ജാതി മത ലിംഗ വ്യത്യാസങ്ങളില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരാം, പ്രാർത്ഥിക്കാം. അനിർവചനീയമായ ആത്മീയത അനുഭവവേദ്യമാക്കി മടങ്ങാം.